ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ എല്ലാവരും വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. വാട്സ്ആപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനു മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നമുക്ക് ഒരുമിച്ച് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾ എല്ലാവരും പറയാം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ബീറ്റാ വേർഷനിലാണ് നമുക്ക് ആദ്യം തന്നെ അപ്ഡേറ്റ്സ് വരുന്നത്. ചില മോഡൽ ഫോൺസിലേക്ക് അപ്ഡേറ്റ്സ് വരാൻ കുറച്ച് സമയം എടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക ഈ 3 അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ്. അപ്പം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടണും പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പൊ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വാട്സ്ആപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് കയറുക. പ്ലേ സ്റ്റോറിൽ നിന്ന് കയറി കഴിഞ്ഞാൽ താഴെ നമുക്ക് സെർച്ച് ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ വാട്സ്ആപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാട്സ്ആപ്പ് ടൈപ്പ് ചെയ്താൽ നമുക്ക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കും, അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിരിക്കും കാണിക്കുക. ഇവിടെ നമുക്ക് വാട്സപ്പിലേക്ക് കയറിയാൽ നമുക്ക് ഇവിടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ചാറ്റ്സുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അവിടെ നമുക്ക് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട് അല്ലെ. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിന്റെ ഒക്കെ അപ്ഡേറ്റ്സുകളൊക്കെ സ്റ്റാറ്റസ് ഒക്കെ കാണാൻ സാധിക്കും. നമുക്ക് പുതിയതായിട്ട് ഒരു അപ്ഡേറ്റ് ഇടാൻ ഇപ്പൊ പുതിയൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. പുതിയതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ആ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ ഗാലറിയിലേക്കാണ് പോകുക അല്ലെ. ഞാൻ ഗാലറിയിൽ നിന്ന് എന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടുന്ന് എടുക്കുകയാണ്. അപ്പൊ അതിന്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ കുറെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാനൊരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒരു ഫോട്ടോ നിങ്ങളെ ഗാലറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് സോങ്സിന്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിൽ സോങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതുപോലെ 2-3 ഓപ്ഷൻസ് വേറെ ഉണ്ട്. ആദ്യം സോങ്സ് പറഞ്ഞുതരാം. അപ്പൊ സോങ്സിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏതെങ്കിലും ആ ഒരു ഫോട്ടോന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു മ്യൂസിക് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് ഏറ്റവും മുകളിൽ സെർച്ച് ഓപ്ഷനിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള സോങ് നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ താഴെയുള്ള ഏതെങ്കിലും ആണോ വെച്ചിട്ട് അത് സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം ഈ ഒരു ഏരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വർക്ക് ചെയ്യാം. നല്ല രസമായിരിക്കില്ലേ നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ ബാക്കിയുള്ള ആളുകൾക്ക് കാണുന്ന സമയത്ത്. ഇവിടെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പൊസിഷൻ എത്രത്തോളം പാട്ടിന്റെ ഏത് ഭാഗമാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനും പറ്റും. അതിനുശേഷം മുകളിലുള്ള ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നേരെ നമ്മുടെ സ്റ്റാറ്റസിലേക്ക് ഇവിടെ സെൻഡ് ചെയ്യുക. നേരെ സ്റ്റാറ്റസിലേക്ക് പോകും. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഞെട്ടി പോകുന്ന ഒരു അവസ്ഥ വരും. ഇനി രണ്ടാമതായിട്ട് അതിന് തൊട്ടടുത്തായിട്ട് മ്യൂസിക്കിന് തൊട്ടടുത്ത് ഒരു ലേ ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ലേ ഔട്ടിൽ ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോയിൽ തന്നെ നമുക്ക് 4-5 മാക്സിമം 6 ഫോട്ടോ വരെ നമുക്ക് ഒരൊറ്റ സ്റ്റാറ്റസിൽ നമുക്ക് കൊള്ളിക്കാൻ പറ്റും. അതായത് നമുക്കൊരു കൊളാഷ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ. അപ്പം അതിനായി നമ്മൾ ഗാലറിയിൽ ഞാൻ ഇവിടുന്ന് ഒരു 6 ഫോട്ടോ സെലക്ട്, മാക്സിമം 6 ഫോട്ടോസ് ആണ് പറയുന്നത്. അപ്പൊ 6 ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെയുള്ള ടിക്ക് മാർക്ക് ഉണ്ടല്ലോ, ഇവിടെ പറയുന്നുണ്ട് 6 ഫോട്ടോയെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം താഴെയുള്ള ടിക്ക് മാർക്ക് ഉണ്ടല്ലോ, ആ ടിക്ക് മാർക്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മുകളിലായിട്ട് മ്യൂസിക്കിന്റെ ഓപ്ഷൻ കൂടി നമ്മളൊന്ന് ഓൺ ചെയ്യാം. ആ മ്യൂസിക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഈ പറഞ്ഞിരിക്കുന്ന ഫോട്ടോസിനെല്ലാം കൂടി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മ്യൂസിക്കും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതും നമ്മൾ അതേപോലെ തന്നെ നമുക്ക് സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ഏതെങ്കിലും പാട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ താഴെ നിന്ന് ഏതെങ്കിലും ഡിഫോൾട്ട് ആയിട്ടുള്ള ഏതെങ്കിലും പാട്ടുകൾ വന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആളുകൾക്ക് കാണുന്ന സമയത്ത് നമ്മുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും അല്ലെ. ഇനിയിപ്പോ അടുത്തതായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. അതിനായി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മ്യൂസിക്കിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് മറ്റൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. ആ മ്യൂസിക്കിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് പറഞ്ഞുതരാം. മ്യൂസിക്കിന്റെ തൊട്ടടുത്താണ് ആ ഒരു ഓപ്ഷൻ കാണുന്നത്. അതിനായി ഞാനൊരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോന്റെ തൊട്ടടുത്തായിട്ട് ഇതാ അവിടെയാണ് വന്നിരിക്കുന്നത്. കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു. ഓക്കെ, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നാൽ ഫോട്ടോസ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഫോട്ടോസ് പറയുന്ന ഓപ്ഷൻ, ആ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നേരെ ഗാലറിയിലേക്ക് പോകും. അതായത് നമുക്ക് ആ ഫോട്ടോയുടെ കൂടെ തന്നെ നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഇമേജ് കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ. ഇതേപോലെ നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ കൂടെ തന്നെ ചെറിയ എന്തെങ്കിലും ഇമേജുകൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് നമുക്ക് റീസൈസ് ചെയ്യാനൊക്കെ സാധിക്കും. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ റൗണ്ട് ആയിട്ടും ലവ് ഷേപ്പിലും അങ്ങനെ പല ഷേപ്പുകളിലും ഇത് വരുന്നുണ്ട്. ഇനി നമുക്ക് എവിടേക്കെങ്കിലും ഡ്രാഗ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും ചെയ്യാൻ പറ്റും. ഇനി അല്ലെങ്കിൽ നമുക്ക് താഴെ കണ്ടില്ലേ, താഴെ ഉണ്ട് ഇതിന്റെ ഓപ്ഷൻസ്, എവിടേക്കാണ് അത് റൗണ്ടിലാണോ ലവ് ബട്ടണിലാണോ ഏതിനാണ് വരേണ്ടതെന്നുള്ള ഓപ്ഷൻസ് ഒക്കെ താഴെയും കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഡണ്ണ് കൊടുക്കുക. മേലെ ഡണ്ണ് കൊടുത്താൽ അത് അവിടെ ഫിക്സ് ആവും. അപ്പൊ ഞാനതൊരു ലവ് ഷേപ്പിൽ എടുത്തിട്ട് ഞാൻ മേലെ ഡണ്ണ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു കോർണറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കോർണറിൽ പൊസിഷൻ ചെയ്ത് വെക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യാനും പറ്റും. ഇതൊക്കെ കാണുന്ന സമയത്ത് ഫ്രണ്ട്സിന് വളരെ അതിശയായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള അറിയാം.